സംസ്ഥാനത്തെ 3872 റേഷൻ കടകൾ നിർത്തലാക്കണമെന്ന ശുപാർശയുമായി സർക്കാർ നിയോഗിച്ച വകുപ്പുതല സമിതി. റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതിയുടേതാണ് ഈ റിപ്പോർട്ട്. റേഷൻ കടകളുടെ എണ്ണം കുറച്ചുകൊണ്ട് വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാനാണ് ശുപാർശ. എന്നാൽ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഒരുപക്ഷെ റേഷൻ വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി തന്നെയല്ലേ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം? 2013 ഭക്ഷ്യഭദ്രതാ നിയമം വന്നതിന് ശേഷമുള്ള റേഷൻ വ്യാപാരികളുടെ സാമ്പത്തികവും നിയമപരവും ഭരണപരവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 2023 റേഷനിംഗ് കൺട്രോളർ കൺവീനറും ലോ ഓഫീസർ വിജിലൻസ് ഓഫീസറായിട്ടുള്ള 2 പേർ അംഗങ്ങളുമായിട്ടുള്ള 3-അംഗ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. ആ സമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ അത് പുറത്തു വന്നിരുന്നില്ല. ഈ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരമാണ് 13,872 റേഷൻ കടകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. അതിൽ ഈ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കണമെങ്കിൽ ഇതിന്റെ റേഷൻ കടകളുടെ എണ്ണം 10,000-ലേക്ക് നിജപ്പെടുത്തണമെന്ന പ്രധാനപ്പെട്ട ശുപാർശയാണ് ഈ റിപ്പോർട്ടിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 3872 റേഷൻ കടകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ചർച്ച, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച ഒരു ചർച്ച കഴിഞ്ഞ മാസം 25-ാം തീയതി ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ നടക്കുകയുണ്ടായി. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ റേഷൻ കടകൾ ഇല്ലാതാക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് റേഷൻ വ്യാപാരികൾ എടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്ന ശുപാർശ 800ഓളം കാർഡുകൾ ഒരു റേഷൻ കടയ്ക്ക് കീഴിൽ വരുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നാണ്. ഇപ്പോൾ അത്തരത്തിലൊരു ക്രമീകരണമില്ല. പല ഭാഗങ്ങളിലും പല തരത്തിലാണ് ഓരോ റേഷൻ കടയ്ക്കും കീഴിൽ വരുന്ന കാർഡുകളുടെ എണ്ണം. അതിനാൽ തന്നെ കമ്മീഷനുകളും വിവിധ രീതിയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. നമുക്ക് ഈ 13,872 റേഷൻ കടകളിൽ അവരുടെ വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ 146 വ്യാപാരികൾക്ക് 10,000 താഴെ മാത്രമാണ് കമ്മീഷൻ ലഭിക്കുന്നത്. 10,000-നും 15,000-നും ഇടയിൽ കമ്മീഷൻ ലഭിക്കുന്ന 827 പേരുണ്ട്. 1,186 വ്യാപാരികൾ 15,000-നും 18,000-നും ഇടയിൽ കമ്മീഷൻ വാങ്ങുന്നവരാണ്. 11,713 പേർക്ക് 18,000-ന് മുകളിൽ കമ്മീഷൻ ലഭിക്കുന്നു. അതായത് ഓരോ റേഷൻ കടയിലും വിതരണം ചെയ്യുന്ന സാധന സാമഗ്രികളുടെ തൂക്കത്തിൽ അളവിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കമ്മീഷൻ ലഭിക്കുന്നതിൽ പലതരത്തിലുള്ള തുക ഉണ്ടാവുന്നത്. അത് ഏകദേശം ക്രോഡീകരിക്കണമെന്നും ക്രമീകരിക്കണമെന്നും ആവശ്യമുള്ള ഒരു ശുപാർശയാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ 3872 റേഷൻ കടകൾ ഇല്ലാതാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് അനവധി ആളുകൾക്ക് തൊഴിൽ ഉണ്ടാവാത്ത അല്ലെങ്കിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനാലാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്ന നിലപാടിലേക്ക് എന്തായാലും തൊഴിലാളി സംഘടനകൾ എത്തിയിട്ടുള്ളത്. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞ മാസം 25-ാം തീയതി ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ശുപാർശകൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തൊഴിലാളി സംഘടനകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഈ റേഷൻ കടകളെ ഇല്ലാതാക്കുന്ന സമീപനത്തെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് എല്ലാ തൊഴിലാളി സംഘടനകളും സ്വീകരിച്ചു കഴിഞ്ഞു എന്നൊരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഈ നീലക്കാർഡ് വിഭാഗത്തിൽപ്പെട്ട അരിയുടെ തുക വർദ്ധിപ്പിച്ച് ഇപ്പോൾ 4 രൂപയാണ് കിലോയ്ക്ക് അരിക്ക് വരുന്നത്. അത് 6 രൂപയാക്കി കഴിഞ്ഞാൽ 3.56 കോടി രൂപയുടെ വർധനവ് ഒരു മാസം ഉണ്ടാവുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഈ തൊഴിലാളി വിഹിതമായിട്ട് ഈ റേഷൻ കട വ്യാപാരികൾ നൽകുന്ന തുക കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ 50 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ഒരു മാസം ലഭിക്കും. അത് ഈ തൊഴിലാളികളുടെ റേഷൻ കട വ്യാപാരികളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നൊരു നിർദ്ദേശവും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് വന്ന അശാസ്ത്രീയമായിട്ടുള്ള കമ്മീഷൻ രീതി അവസാനിപ്പിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതോടൊപ്പം തന്നെ കെ സ്റ്റോറുകൾ വർദ്ധിപ്പിക്കുക, ഈ റേഷൻ കടകളെയൊക്കെ വിപുലപ്പെടുത്തിക്കൊണ്ട് കെ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, കെ സ്റ്റോറുകളുടെ പ്രവർത്തനത്തിന് സമാനമായ രീതിയിൽ റേഷൻ കടകളുടെ പ്രവർത്തനം മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളുണ്ട്. ചില നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടെങ്കിലും റേഷൻ കടകളുടെ എണ്ണം 13,872 റേഷൻ കടകൾ സംസ്ഥാനത്തുണ്ട്. അതിൽ 3,872 റേഷൻ കടകൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആളുകളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് തൊഴിലാളി സംഘടനകളും റേഷൻ വ്യാപാരികളും സ്വീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച കഴിഞ്ഞ മാസം 25-ാം തീയതി സെക്രട്ടേറിയറ്റിൽ വെച്ച് ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയും ചെയ്തു. അതിൽ തീരുമാനമാവാത്ത സ്ഥിതിക്ക് വീണ്ടും ചർച്ച ഉണ്ടാവാനാണ് സാധ്യത. വിഷ്ണു, ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.